മുത്തശ്ശി കഥകളൊക്കെ പോലെ നമുക്കൊരു കേട്ട് രസിക്കാൻ പറ്റുന്ന ഒരു തെരുവിൽ ആ കുഞ്ഞിനെ കാണുമ്പോൾ നായ്ക്കൾ ആ പകയൊക്കെ മാറ്റി വെക്കാണ്, ഇതിനു ചുറ്റും ഇങ്ങനെ കാവലിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ഉള്ള ജീവി തന്നെയാണ് ശരിക്കും പറഞ്ഞ നായ്ക്കൾ എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ നന്ദിയുള്ളതും. രണ്ട് ദമ്പതികൾ വന്ന് കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ നായ്ക്കൾ അവിടെ നിന്ന് അവർക്ക് മാറിക്കൊടുക്കാണ് എടുക്കാനായിട്ട്. സൂര്യ, ഈ തെരുവ് നായ്ക്കളില്ലേ, തെരുവ് നായ്ക്കൾ എപ്പോഴും ഒരു വില്ലന്മാരായിട്ടുള്ള സ്റ്റോറീസ് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. ഈ കഴിഞ്ഞിടയ്ക്ക് തെരുവ് നായ്ക്കള് ഒരു കുഞ്ഞിനെ, അതായത് നവജാത ശിശുവിനെ ചുറ്റും സംരക്ഷിച്ചൊരു ഇത് കേട്ടായിരുന്നു, ഒരു സ്റ്റോറി കേട്ടായിരുന്നു. അതെ, ഒരു ഫെയറി ടെയിൽ സ്റ്റോറീസ് ഒക്കെ പോലെ, ഒരു മുത്തശ്ശി കഥകളൊക്കെ പോലെ നമുക്കൊരു കേട്ട് രസിക്കാൻ പറ്റുന്ന ഒരു ചോര കുഞ്ഞായിരുന്നു. മാതാപിതാക്കള് ജനിച്ച ഉടനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ കുഞ്ഞിനെ കണ്ടപ്പോ സാധാരണ തെരുവ് നായ്ക്കളെ കാണുമ്പോൾ നമ്മുടെ മനുഷ്യന്മാര് എന്താ ചെയ്യാറ്, ഇറങ്ങി ഓടിക്കും, അവിടെ നിൽക്കാൻ സമ്മതിക്കാതെ. അപ്പൊ ആ ഒരു പകയൊന്നും ഈ നായ്ക്കൾ ആ കുഞ്ഞിനോട് കാണിക്കുന്നില്ല. തെരുവിൽ ആ കുഞ്ഞിനെ കാണുമ്പോൾ നായ്ക്കൾ ആ പകയൊക്കെ മാറ്റി വെക്കാണ്, ഇതിനു ചുറ്റും ഇങ്ങനെ കാവലിരിക്കുകയാണ്. അതാണ് കൊൽക്കത്തയിൽ നടന്ന ഈ ഒരു ഇഷ്യൂ ഇപ്പം ഇത്രയും വൈറലാവാനുള്ള ഒരു കാര്യം. അതെ, രാത്രി മുഴുവൻ ആ തണുപ്പത്ത് കുഞ്ഞിന് കാവലിരിക്കുകയായിരുന്നു. അത്രയും വലിയൊരു തണുപ്പത്ത് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ആരെയും അടുപ്പിക്കാതെ, നവജാത ശിശു, ആ കുഞ്ഞാ, ജനിച്ചതേ ഉള്ളൂ, അതിന് അത്രയും കാവല് നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു ശരിക്കും ആ തണുപ്പത്തുനിന്ന്, ഒരാളും വരാതെ. സാധാരണ ഈ നായ്ക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓടിച്ചിട്ട് കടിക്കുക, അങ്ങനെ ഇമോഷൻസ്, ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ഉള്ള ജീവി തന്നെയാണ് ശരിക്കും പറഞ്ഞ നായ്ക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും കൂടുതൽ നന്ദിയുള്ളതും നമുക്ക് അറിയാവുന്ന ഒരു ഇതാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ അറിയാവുന്നത്. ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നായ്ക്കൾക്ക് കൊടുക്കണം എന്ന് പറയൂലേ, അതുപോലെ അത്ര ജീവിയാണ് അത്. പക്ഷെ പരിചയമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതെ, അതിന്റെ നേരെ ഓപ്പോസിറ്റും ആണ്, അഗ്രസീവും ആണ്. ഇതിപ്പോ രാവിലെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് എല്ലാരും ഗ്രാമത്തിലുള്ളവരൊക്കെ എണീക്കുമ്പോൾ അവരുടെ വിചാരിച്ചും എന്താ കുഞ്ഞ് വിശന്നിട്ട് ഏതോ ഒരു കുഞ്ഞ് കരയുന്നു എന്നുള്ളൊരു ഇതിലാണ് എണീക്കുന്നത്. എന്നാൽ അവർ വന്ന് നോക്കുമ്പോൾ ചോര കുഞ്ഞാണ് കിടക്കുന്നത്. പക്ഷെ ആദ്യം ഈ നായ്ക്കളെ കാണുമ്പോൾ ഇവർ പേടിക്കുകയാണ്, നായ്ക്കൾ എന്തോ ചെയ്തിട്ടാണ് ഈ ബ്ലഡ് ഒക്കെ വന്നത് എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം വരുന്നത്. പക്ഷെ പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് ഈ ജനിച്ച കുഞ്ഞാണ്, അതാണ് അതിന്റെ ചോര തളം കെട്ടി തലയിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇവര് അവിടുത്തെ ഗ്രാമത്തിലുള്ളവര് പറയുന്നത്. അവരപ്പം തന്നെ ഒരു ദമ്പതികളാണ് അവിടെ വരുന്നത്, ആ പ്രദേശവാസികൾ തന്നെയാണ് അവർ വിചാരിക്കുന്നത് കുഞ്ഞെന്തോ പാടില്ലാണ്ട് ഒരു കുഞ്ഞ് കിടന്ന് കരയുന്നതെന്ന് കരുതിയിട്ട് അവർ ഓടി വന്ന് നോക്കുന്നു. അവരപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഡോക്ടേഴ്സ് ആണ് പറയുന്നത് ആ ജനിച്ച ഉടനെ തന്നെ ഉള്ള ഒരു ബ്ലഡ് ആണ് ആ കുട്ടിയുടെ ദേഹത്തൊക്കെ കാണുന്നത്, അല്ലാതെ നായ്ക്കളെ ശരിക്കും പറയാൻ തൊട്ട് ഒന്ന് നോവിച്ചിട്ട് പോലും ഇല്ല. ഇവര് വരുമ്പോ, ഇവരാ കുട്ടിയുടെ അടുത്തേക്ക് വരുമ്പോ ഈ നായ്ക്കള് മാറിക്കൊടുക്കാണ്, ആ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവര് മാറിക്കൊടുക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം നമുക്ക് അറിയാം. അത്രയും നേരം കാവലിരിക്കുന്ന കൂടാതെ അവര് ബാക്കിയുള്ള അവര് രണ്ട് ദമ്പതികൾ വന്ന് കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ നായ്ക്കൾ അവിടെ നിന്ന് അവർക്ക് മാറിക്കൊടുക്കാണ് എടുക്കാനായിട്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് കുരയ്ക്കോ ഒന്ന് പേടിപ്പിക്കോ ഒന്നും തന്നെ ഇല്ല. അറിയാലോ, കുഞ്ഞിനെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞ് പേടിക്കും. പക്ഷെ ആ ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാണ്ട് അത്രയും കെയർ ചെയ്തിട്ടാണ് ആ ഒരു കുഞ്ഞിനെ ശരിക്കും മനുഷ്യനുള്ളതിനേക്കാളും വകതിരിവും ഇതും നായ്ക്കൾക്കുണ്ട്. അങ്ങനത്തെ രീതിയിൽ എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും പ്രൊട്ടക്ട് ചെയ്ത് അമ്മ ഉപേക്ഷിച്ചു പോയ ആ ഒരു കുഞ്ഞിനെ, ചോരക്കുഞ്ഞിനെ എങ്ങനെയാണോ അച്ഛനമ്മീനെ വഴിയിലൊക്കെ ഇട്ടിട്ട് പോകുന്നല്ലേ. അതെ, എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അതെ, കുട്ടി ഇപ്പോ ഹോസ്പിറ്റലിലാണ്. ഹെൽത്തിന് അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ബാക്കി അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ തെരുവനായ്ക്കൾ വില്ലന്മാർ മാത്രമല്ല, ചില സമയത്ത് സംരക്ഷകരും കൂടിയാണ്. അതെ, താങ്ക് യു.